26-ാമത്തെ വയസ്സിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലെ വെറുമൊരു സെയിൽസ്മാൻ മാത്രമായിരുന്ന ഹർഷത് മെഹ്ത്ത കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറിയത്. 1992 നടന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റ് സ്കാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ ഹർഷത് മെഹ്ത്തയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹർഷത് മെഹ്ത്തയുടെ ചരിത്രമാണ് പരിശോധിക്കാൻ പോകുന്നത്. അയാളുടെ പ്രവൃത്തി കാരണം 1991 ഏപ്രിൽ മാസം മുതൽ 1992 മെയ് മാസം വരെ 4 ഇരട്ടിയായിട്ടാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക ഉയർന്നത്. തിരഞ്ഞെടുത്ത ചില കമ്പനികളുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള ഷെയറുകൾ വാങ്ങിക്കൂട്ടിയാണ് ഷെയർ മാർക്കറ്റിനെ ഇത്രയധികം ഉയരത്തിലേക്ക് അയാൾ എത്തിച്ചത്. അതിൽ നിന്നും അയാൾ കൊയ്തെടുത്തത് കോടിക്കണക്കിന് രൂപയുമാണ്. എങ്ങനെയാണ് ഇത്രയധികം പണം നിക്ഷേപിച്ച് സെൻസെക്സ് സൂചിക ഉയർത്താൻ അയാൾക്ക് സാധിച്ചത്? അതിൽ നിന്നും അയാൾ നേട്ടമുണ്ടാക്കിയത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കാനായി ഞാനൊരു ചെറിയ ഉദാഹരണം ആദ്യം പറയാം. 1 രൂപയ്ക്ക് കിട്ടുന്ന കടലമുട്ടായി. ഒരു ഗ്രാമത്തിലെ എല്ലാ കടകളിലും ഈ കടലമുട്ടായി ഉണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ബോർമയിലാണെന്ന് ചിന്തിക്കുക. ഞാൻ ആ കടകളിൽ നിന്നെല്ലാം കടലമുട്ടായി എല്ലാം വാങ്ങിക്കൂട്ടുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കടലമുട്ടായി പല ആളുകളെ ഉപയോഗിച്ച് ഞാൻ വാങ്ങിച്ചു. അപ്പം കടലമുട്ടായിയുടെ ഒരു ഡിമാൻഡ് അവിടെ ഉണ്ട്. എല്ലാ കടക്കാരും ആ ബോർമയിൽ നിന്നും കൂടുതൽ കടലമുട്ടായി ഓർഡർ ചെയ്തു. ബോർമയിലെ യജമാനൻ കൂടുതൽ കടലമുട്ടായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അവർക്ക് പറ്റാവുന്നത്ര കടലമുട്ടായികൾ ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മുഴുവൻ കടലമുട്ടായും ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കടലമുട്ടായി ഉൽപ്പാദിപ്പിക്കുന്ന ആ ബോർമയുടെ ഉടമസ്ഥൻ അയാൾ ആ കടലമുട്ടായിയുടെ വില ഉയർത്തും. 1 രൂപ എന്നുള്ളത് 5 രൂപയാക്കും, 10 രൂപയാക്കും. അപ്പോഴെല്ലാം ഞാനിങ്ങനെ കടലമുട്ടായി വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ വില അങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതുതന്നെയാണ് ഷെയറിലും സംഭവിക്കുന്നത്. ഹർഷത് മെഹ്ത്ത ചില സ്ഥാപനങ്ങളുടെ ഷെയർ പ്രത്യേകമായിട്ട് തരംതിരിച്ചു. ആ കമ്പനികളുടെ ഷെയറുകൾ കൂടുതലായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതലായിട്ട് അവർ വാങ്ങിച്ചത് ACCയുടെ ഷെയർ ആയിരുന്നു. അദ്ദേഹം വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ ACCയുടെ മൂല്യമെന്ന് പറയുന്നത് വെറും 200 രൂപയായിരുന്നുവെങ്കിൽ അത് മാസങ്ങൾ കൊണ്ട് 90,000 രൂപയായിട്ട് മാറി. നിരവധി കമ്പനികളുടെ ഷെയർ ഇപ്രകാരം അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോളോ ടയേഴ്സും BPയിലും ഒക്കെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. ഹർഷത് മെഹ്ത്ത ഇങ്ങനെ കോടികൾ ഉപയോഗിച്ചിട്ട് ഷെയറുകൾ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മൂല്യം ഉയരും. അതിൻ്റെ മൂല്യം ഉയരുന്നത് കണ്ട് മറ്റുള്ള ആളുകളും ആ ഷെയർ വാങ്ങിക്കൂട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഹർഷത് മെഹ്ത്ത ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസിൽ എത്തിച്ചേരുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഷെയറുകളും അയാൾ ഒറ്റയടിക്ക് തന്നെ വിറ്റ് അതിൻ്റെ പ്രോഫിറ്റ് സ്വന്തമാക്കുന്നതാണ്. അപ്പോൾ ശരിക്കും നഷ്ടം സംഭവിക്കുക ബാക്കിയുള്ള ഇതൊന്നും അറിയാതെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു പോയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണ്. കാരണം അത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ഷെയർ ഒറ്റയടിക്ക് വിറ്റഴിച്ചപ്പോൾ അതിൻ്റെ മൂല്യം ഇടിഞ്ഞു. വലിയ ഉയരത്തിലുണ്ടായിരുന്ന വാല്യൂ കുറഞ്ഞ് ചെറിയ മൂല്യത്തിലേക്കായി മാറി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൻ്റെ പൾസ് തിരിച്ചറിഞ്ഞ ഹർഷത് മെഹ്ത്ത ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറി. ലോകം അദ്ദേഹത്തെ ഒരു ബുദ്ധി രാക്ഷസനായിട്ടാണ് കരുതി പോന്നിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കോടികളിട്ട് കോടികൾ വാരുന്ന ഒരു ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോടികൾ ഇടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ പണം ഒരു സാധാരണ സെയിൽസ്മാനായിട്ടുള്ള വ്യക്തിക്ക് ലഭ്യമാകുന്നത്? അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ സെയിൽസ്മാൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സെയിൽസ്മാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ഷെയർ ബ്രോക്കേഴ്സുമായിട്ട് അദ്ദേഹം അടുത്ത് ഇടപഴകാൻ തുടങ്ങി. അവരുടെ അസിസ്റ്റൻ്റായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. കൂടാതെ അവരുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എല്ലാവരുടെയും മുൻപിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു ഷെയർ ബ്രോക്കറായിട്ട് മാറാൻ അദ്ദേഹത്തിന് വെറും 4 വർഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്. 1984 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കമ്പനി ആരംഭിച്ചു. ഗ്രോമോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നാണ് ആ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ പേര്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരു വലിയ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു ലൂപ്പ് ഹോൾ. അന്നത്തെ RBIയുടെ നിയമമനുസരിച്ച് എല്ലാ ബാങ്കുകളും ഗവൺമെൻറ് ബോണ്ടുകൾ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ടായിരിക്കണം.
ഇങ്ങനെ മേടിക്കുന്ന ബോണ്ടുകൾ അവർക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ പണയം വെച്ചിട്ട് അവർക്ക് പണം ആയിട്ട് സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ബോണ്ടുകൾ മറ്റുള്ള ബാങ്കുകൾക്ക് വിൽക്കാൻ സാധിക്കും, മറ്റുള്ള ബാങ്കുകൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു ഇടനിലക്കാരൻ വേണം. അങ്ങനെയുള്ള ഒരു ഇടനിലക്കാരനായിട്ട് മാറുന്നത് ബ്രോക്കിംഗ് കമ്പനികളാണ്. ഹർഷത് മെഹ്തയുടെ കമ്പനിയും ഇത്തരത്തിലുള്ള ഒരു ബ്രോക്കിംഗ് കമ്പനിയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ബാങ്കുകളിൽ നിന്നും ഹർഷത് മെഹ്ത കൂടുതലായിട്ട് പണം മേടിക്കാൻ തുടങ്ങി. അവർക്ക് ബോണ്ട് വേണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ബോണ്ടുകൾ കുറഞ്ഞ നിരക്കിൽ നല്ലൊരു ബയറിനെ കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്നത്. ഇത് ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ബോണ്ട് വാങ്ങിക്കേണ്ട ബാങ്ക് അതിനുള്ള തുക ഒരു ബ്രോക്കറിനെ ഏൽപ്പിക്കും. ഒരു നല്ല ബയറിനെ കിട്ടുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ തുക ഉപയോഗിച്ചിട്ട് ആ ബോണ്ട് വാങ്ങിക്കും. അതങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഉണ്ട്. കുറച്ച് നേരത്തേക്കെങ്കിലും ഹർഷത് മെഹ്തയുടെ അക്കൗണ്ടിൽ വലിയൊരു തുക ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ബയറിനെ കിട്ടുന്ന സമയത്ത് ആ തുക അവിടെ നിന്നും ഇല്ലാതെയാകും. ഏകദേശം ഒരു 2-3 ആഴ്ചകളാണ് ഇപ്രകാരം തുക അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക. ഈ തുക ഷെയർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്താലോ? ഈ തുകയെന്ന് പറയുന്നത് 50 കോടി മുതൽ 100 കോടി വരെ വരും. അത്രയും വലിയൊരു തുക ഒരു ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആ കാലഘട്ടത്തിൽ മുകളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഒരു ബയറിനെ കണ്ടെത്തുന്നതിന് ഇടയിൽ തന്നെ ഈ ഷെയർ വിറ്റ് വലിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് ബാക്കി വരുന്ന പണം ഉപയോഗിച്ചിട്ട് ബോണ്ട് പർച്ചേസ് ചെയ്താൽ മതിയാകുമല്ലോ. അങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ള മറ്റ് ബ്രോക്കിംഗ് കമ്പനികളും ഇപ്രകാരം തന്നെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ ധാരാളമായിട്ടും പണം കുന്നുകൂടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു ആർത്തി ഉണ്ടായി. ഇതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 100 കോടിയാണ്. 1000 കോടിയോ 10,000 കോടിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലോ? പക്ഷേ ബാങ്കുകൾക്ക് അത്രയും ബോണ്ടൊന്നും മേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വലിയ തുകയൊന്നും വരുന്നതായിരിക്കുകയില്ല. അങ്ങനെ വലിയ തുക ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഒരു ചെറിയ ചതി ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ ബാങ്കിൻ്റെ റെസിപ്റ്റ് നിയമവിരുദ്ധമായിട്ട് ഉണ്ടാക്കിയെടുത്തു. ഓരോ ബാങ്കുകളും ഈ ബോണ്ട് ഇടപാടിനിടയിൽ റെസീറ്റ് കൊടുക്കും. ഇത്രത്തോളം തുക കൊടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നോ കാണിക്കുന്ന രീതിയിലുള്ള റെസീറ്റ്. ഇങ്ങനെ വ്യാജമായിട്ടുള്ള റെസീറ്റുകൾ ഒപ്പിച്ചെടുത്ത് ആ റെസീറ്റ് മറ്റ് ബാങ്കുകൾ കൊണ്ട് കൊടുക്കും. ആ ബാങ്കുകാർ നോക്കുമ്പോൾ ഇത് ഒറിജിനലായിട്ടുള്ള ഒരു റെസീറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആ റെസീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പണം ഇദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. ആ പണം അത് കോടികളാണ്. ആദ്യമുണ്ടായിരുന്നത് 50 കോടിയോ 100 കോടിയോ ഒക്കെ ആണെങ്കിൽ പിന്നീട് ആയിരക്കണക്കിന് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്ന് നിറയാൻ തുടങ്ങുന്നത്. ഈ പണമൊക്കെ തന്നെയും അദ്ദേഹം ചില കമ്പനികളുടെ ഷെയർ മേടിക്കാനായിട്ട് ഉപയോഗിച്ചു. പെട്ടെന്ന് തന്നെ ഷെയർ മേടിക്കുന്നു. ആ കമ്പനിയുടെ മൂല്യം കുത്തനെ ഉയരുകയാണ്. ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം ആ ഷെയറുകളൊക്കെ വിറ്റ് അതിൻ്റെ ലാഭമെടുക്കുന്നു. ഈ പ്രക്രിയ അങ്ങനെ തുടർന്നു പോവുകയാണ്. ഏതാണ്ട് 1 വർഷം പിന്നിട്ടതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ ടൈംസിൽ ഒരു പത്രവാർത്ത പബ്ലിഷ് ചെയ്തു വന്നു. 1992 സുചിത്ര ദലാൽ എന്ന മാധ്യമ പ്രവർത്തകയാണ് ഇപ്രകാരം ഒരു വാർത്ത കൊടുക്കുന്നത്. SBIയിൽ 500 കോടിയുടെ മിസ്സിംഗ് ഉണ്ടായിരിക്കുന്നു. ഒരു വലിയ തിരിമറി സംഭവിച്ചിരിക്കുന്നു. വാർത്ത പെട്ടെന്ന് തന്നെ പ്രചരിച്ചു. ഹർഷത് മെഹ്ത ഒരു വലിയ സ്കാം നടത്തിയിരിക്കുന്നു എന്നുള്ള ധാരണയിലേക്ക് എല്ലാവരും പെട്ടെന്നാണ് എത്തിച്ചേർന്നത്. അതിനുശേഷം സെൻസെക്സ് കുത്തനെ ഇടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1992 മെയ് മാസത്തിൽ 4000-ലുണ്ടായിരുന്ന സെൻസെക്സ് 3000-ലേക്ക് കൂപ്പുകുത്തി. ഓഗസ്റ്റ് മാസമായപ്പോൾ അത് പിന്നെയും ഇടിഞ്ഞ് 2500-ലേക്ക് എത്തിച്ചേർന്നു. ഇതിനെ തുടർന്നാണ് ഏപ്രിൽ മാസം 30-ാം തീയതി ഗവൺമെൻറ് ജാനകിരാമൻ കമ്മീഷനെ ഇതിൻ്റെ അന്വേഷണത്തിനു വേണ്ടി നിയമിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാ ബാങ്കുകളിലും ഉണ്ടായിരിക്കുന്ന നഷ്ടം കണക്ക് കൂട്ടുമ്പോൾ അത് 4000 കോടിക്ക് മുകളിലാണ്. ഈ സംഭവം നടക്കുന്നത് 1992-ലാണെന്ന് കൂടി ചിന്തിക്കണം. ഇന്നത്തെ രൂപയുടെ മൂല്യമല്ല അന്നുണ്ടായിരുന്നത്. ഇത് പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് മാത്രമാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനായിട്ട് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ ഗവൺമെൻറ് നിയമിക്കുന്നു. 1992 ഓഗസ്റ്റ് മാസത്തിൽ നിയമിച്ച
ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ CBI ഹർഷത് മേത്തയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കുറ്റവാളിയാണെന്ന് അവർക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഹർഷത് മേത്ത 1993 ജൂൺ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ വക്കീലായ രാം ജെഠ്മലാനിയുമായിട്ട് ചേർന്ന് ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അന്ന് ആ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ അവർ അവതരിപ്പിച്ചത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. ഈ സ്കാമിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായ നരസിംഹ റാവു ആണ്. നരസിംഹ റാവു ഇതിനൊക്കെ ഒത്താശ ചെയ്യാനായിട്ട് തൻ്റെ പക്കൽ നിന്നും 1 കോടി രൂപയാണ് കൈക്കൂലിയായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പ്രസ് മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം 5 മാസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഹർഷത് മേത്തയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. പിന്നീട് 1 മാസം കൂടി കഴിഞ്ഞ് 1993 ഡിസംബർ മാസത്തിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ആ റിപ്പോർട്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചത്. 1991 ആരംഭിച്ചതല്ല ഈ സ്കാം. ഇതിൽ ഹർഷത് മേത്ത മാത്രമല്ല, അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പല ബ്രോക്കിംഗ് കമ്പനികളും ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. 1985 മുതൽ ഈ തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ബ്രോക്കിംഗ് കമ്പനിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഓഫീഷ്യലുകളുണ്ടായിരുന്നു, RBI ഓഫീഷ്യലുകളുണ്ടായിരുന്നു. അതിനെല്ലാം പുറമെ MP-മാരും മന്ത്രിമാരും ഉണ്ടായിരുന്നു. എന്തിനേറെ പറയണം, ആദ്യത്തെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ജാനകി രാമൻ പോലും ഈ ഘട്ടത്തിൽ സംശയത്തിൻ്റെ നിഴലിലാണ്. പിന്നീട് നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ ബാങ്കുകളുടെ ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്ന ആളുകളുടെ ആത്മഹത്യയും അവരുടെ പിരിച്ചുവിടലും രാജിവെക്കലുമാണ്. വിജയ ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന വ്യക്തി ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്നും ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. SBIയുടെ ആ കാലഘട്ടത്തിലെ ചെയർമാൻ പെൻഷനാകാനായിട്ട് 3 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ നിർബന്ധപൂർവം ലീവിന് പറഞ്ഞു വിട്ടു. യൂക്കോ ബാങ്കിൻ്റെ ചെയർമാനെ അറസ്റ്റ് ചെയ്തു. ആ കാലഘട്ടത്തിലെ കൊമേഴ്സ് മിനിസ്റ്ററായിരുന്ന ചിദംബരത്തിന് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. പിന്നീട് വർഷങ്ങൾ നീണ്ടുനിന്ന വിചാരണയാണ്. ഒടുവിൽ 1999 ഹൈക്കോർട്ട് ഹർഷത് മേത്തയെ 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ഒപ്പം 25,000 രൂപയുടെ പിഴയും. എന്നാൽ ആ ശിക്ഷ പൂർത്തീകരിക്കാൻ ഹർഷത് മേത്തയ്ക്ക് സാധ്യമായില്ല. 2001 തൻ്റെ 41ാമത്തെ വയസ്സിൽ അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ ഹൃദയാഘാതം വന്ന് മരണമടയുകയായിരുന്നു. ഹർഷത് മേത്ത ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണി മാത്രമാണ്. അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾ ആയിരുന്നില്ല ബാങ്കിങ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലരും പയറ്റിത്തെളിഞ്ഞ ഒരുപാട് പണമുണ്ടാക്കിയിട്ടുള്ള ഒരു ലൂപ്പ് ഹോളാണിത്. ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഇതറിയാമായിരുന്നു, മിനിസ്റ്റേഴ്സിന് അറിയാമായിരുന്നു. ഇത് അവർ കണ്ടതായിട്ട് നടിച്ചില്ല. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവർക്ക് കോടിക്കണക്കിന് പണം ലഭ്യമായി. ഹർഷത് മേത്തയെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂത്രധാരനായിട്ട് ഇപ്പോഴും ചരിത്രം വിലയിരുത്താൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ബാങ്ക് റെസീറ്റാണ്. മറ്റുള്ളവർ ചെയ്യാൻ മടിച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തു. കാരണം അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പണത്തോടുള്ള ആർത്തി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്തില്ലായിരുന്നെങ്കിൽ 92 അത് അവസാനിക്കുകയില്ലായിരുന്നു. ഒരുപക്ഷെ ഒരു 10 വർഷം കൂടി ആ ഒരു സ്കാം തുടർന്നു പോയേനെ. അത് ബാങ്കിങ് മേഖലയെ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല, ഗവൺമെൻറ് ഓഫീഷ്യൽസിനെയും അത് ബാധിക്കില്ല. കാരണം ബാങ്കിന് പണം നഷ്ടമാകുന്നില്ല. വ്യാജമായിട്ട് ഇങ്ങനെ ബാങ്ക് റെസീറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ബാങ്കുകൾക്ക് നഷ്ടമുണ്ടാകുന്നത്. അപ്പോൾ നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അവരാണല്ലോ ഇത്തരത്തിൽ ഷെയർ മാർക്കറ്റ് കുതിച്ചുയരുന്നത് കണ്ട് അവിടുത്തെ ഷെയറുകൾ അവരുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് വാങ്ങിച്ചു കൂട്ടുന്നത്. എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് അവർക്കറിയില്ല. പക്ഷേ ഇത് വാങ്ങിക്കൂട്ടുന്ന ഹർഷത് മേത്തയ്ക്കും മറ്റ് ബ്രോക്കിംഗ് കമ്പനികൾക്കും വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. 4000 കോടിയുടെ നഷ്ടം ഞാൻ പറഞ്ഞു. അത് ആ കാലഘട്ടത്തിൽ ബാങ്കിങ് സിസ്റ്റത്തിനുണ്ടായിട്ടുള്ള നഷ്ടം മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ കബളിക്കപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നഷ്ടം അത് അതിൻ്റെയൊക്കെ 10 ഇരട്ടിക്ക് മുകളിലായിരിക്കും. വിക്കിപീഡിയയിൽ ഞാൻ ഈ കണക്ക് കണ്ടത് 30,000 കോടിയായിട്ടാണ്. പക്ഷേ അതും ഒരു കൃത്യതയുള്ള ഒരു കണക്കല്ല. കാരണം 85 മുതലുള്ള ഒരു കണക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഏതൊക്കെ വ്യക്തികൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആ വ്യക്തികൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള സ്കാമുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.